നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്റെ മാതിരി ആ ജയരാമൻ വഞ്ചിക്കുകയായിരുന്നു. ഈ നന്ദിനിയും ജയരാമനും തമ്മില് അന്നേ വഴിവിട്ട ബന്ധമുണ്ടായിരുന്നു. വഴിവിട്ട ബന്ധം നിന്റെ അനുജത്തിക്കായിരുന്നുവെന്നും എന്റെ ഭർത്താവിനെ അവൾ ട്രാപ്പിൽ പെടുത്തി കൊണ്ടുപോയതാണെന്നുള്ള സത്യം മീനാക്ഷിയോട് ഇപ്പൊ തന്നെ തുറന്നു പറഞ്ഞല്ലോ. അച്ഛനും ഈ നന്ദിനിയുമായിട്ടുള്ള ബന്ധം അറിഞ്ഞിട്ടായിരിക്കും അല്ലേ വല്യമ്മ എന്റെ മാധുരി ആത്മഹത്യ ചെയ്തത്? മാധുരി സൂയിസൈഡ് ഒന്നും ചെയ്യില്ല മോളെ. അവളെ ജയരാമൻ കൊന്നത് തന്നെയാ. ഈ നന്ദിനിയോടൊപ്പം ജീവിക്കാൻ വേണ്ടി. രാമായണത്തിലെ മന്ദരയുടെ പ്രേതബാധ കൂടിയിട്ടുണ്ടല്ലേ നിങ്ങൾക്ക്? നിർത്തടി. എന്റെ വീട്ടിൽ കയറി താമസിച്ചിട്ട് എന്നെ പരിഹസിക്കുന്നു. ഞാൻ പരിഹസിച്ചതൊന്നുമല്ല. സത്യങ്ങൾ ഞാൻ മീനാക്ഷിയോട് തുറന്നു പറയാതിരിക്കുന്നത് ഇവളോടുള്ള വാത്സല്യം കൊണ്ടാ. ഓ, ഒരു വാത്സല്യ ശിരോമണി വന്നിരിക്കുന്നു. നീ എന്റെ കുഞ്ഞിനെ വാത്സല്യക്കൊന്നും വേണ്ട. അതിനൊക്കെ ഇവിടെ ഞങ്ങളുണ്ട്. എനിക്ക് നിന്നോടൊരു കാര്യം അറിയിക്കാനുണ്ട്. അത് ഇന്ദ്രജയുടെ കൽപ്പനയാ. നീ നിയമപ്രകാരം മീനാക്ഷിയുടെ കസ്റ്റോഡിയനാണിപ്പോ. അത് നീ എന്ന് തന്ത്രപൂർവം ചെയ്തതാണെന്ന് എനിക്കറിയാം. അതവിടെ നിൽക്കട്ടെ. ഇപ്പൊ ഞാൻ ആവശ്യപ്പെടുന്നു, ഇവളുടെ കസ്റ്റോഡിയൻഷിപ്പ് അവകാശം എനിക്ക് വിട്ടുതരണം. ആ, എന്റെ മേലുള്ള ഇവരുടെ നാശം പിടിച്ച നിയന്ത്രണം തീരുമല്ലോ. അതിനൊക്കെയുള്ള ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എന്റെ അഡ്വക്കേറ്റിനോട് വിളിച്ചു പറഞ്ഞ് ചെയ്യിച്ചോളാം. നീ കോടതിയിൽ വന്ന് ഒപ്പിട്ട് തന്നാ മതി. പിന്നെ അധിക കാലമൊന്നും നീ ഇങ്ങനെ പുറത്ത് വിലസി നടക്കില്ല. എന്റെ മാധുരിയുടെ കൊലപാതകത്തിൽ നിനക്കും ജയരാമനും ഒരുപോലെ പങ്കുണ്ട്. അവനിപ്പോ അകത്താ. താമസം കൂടാതെ നിന്നെയും ഞാൻ അകത്താക്കും. അവൻ പൂജപ്പുരയിലാണെങ്കിൽ നീ അട്ടക്കുളങ്ങരയിൽ. അത്രയേ വ്യത്യാസമുള്ളൂ. പോട്ടെ മോളെ. മാഡം നിന്നെ. മീനാക്ഷിയുടെ കസ്റ്റോഡിയൻ അവകാശം എന്നെ ഏൽപ്പിച്ചത് അവളുടെ അച്ഛൻ ജയറാമ. അദ്ദേഹത്തിന്റെ അനുവാദമില്ലാതെ ആ അവകാശം ഞാൻ മാറ്റിത്തരില്ല. പിന്നെ മീനാക്ഷിയെ ഉപയോഗിച്ച് നിങ്ങൾ എന്നോട് പകരം വീട്ടാൻ ശ്രമിച്ചാൽ അതിന് ഈ നന്ദിനി നിന്ന് തരില്ല. അത് ഓർമ്മിച്ചോ? ഇപ്പൊ നിനക്കൊന്ന് നൊന്തു ഇല്ലേടി? ഇനി നീ ഏൽക്കാൻ പോകുന്നത് നിന്റെ മനസ്സിലേക്കും ശരീരത്തിലേക്കും ഞാൻ എയ്ത് വിടുന്ന ശരവർഷങ്ങളെയാ. ഞാനും നീയും തമ്മിലുള്ള ഗെയിം ആരംഭിക്കുക. നിന്റെ വീഴ്ച കാണാതെ ഇനി ഞാൻ പിൻവാങ്ങില്ല. എന്റെ മോളുടെ കസ്റ്റോഡിയൻ അവകാശം ഏത് സുപ്രീം കോടതിയിൽ പോയാലും ഞാൻ വാങ്ങിയിരിക്കും. നീ ദത്ത് നിൽക്കുന്ന ചെമ്പകമംഗലം തറവാടിന്റെ അസ്ഥിവാരം ഞാൻ ഇളക്കും. തടയാൻ പറ്റുമെങ്കിൽ നീ ഒന്ന് തടയ്. പറഞ്ഞത് പ്രവർത്തിക്കുന്ന ഇന്ദ്രജയുടെ വാക്കായത്. കുറിച്ചിട്ടോ മനസ്സില്. എന്റെ മര്യാദ കൊണ്ട് ഞാൻ ചോദിക്കുന്നതാ. ചോദിച്ചില്ലാന്ന് വെച്ച് നിങ്ങൾ എനിക്കിട്ടൊന്നും ചെയ്യാനൊന്നുമില്ല.
കാര്യം എന്താണെന്ന് നിങ്ങൾ തിരക്കുന്നില്ലേ? നീ ഇങ്ങനെ മലവെള്ളപ്പാച്ചിൽ പോലെ ഏതാണ്ടൊക്കെ പറയുന്നുണ്ടല്ലോ, അത് കേൾക്കാൻ നല്ല രസാ. എനിക്ക് എത്ര രസമില്ല നിങ്ങളോട് സംസാരിക്കുമ്പോ. ഒരു തരം അലർജിയാ. അതെ, അലർജിക്ക് മരുന്നുണ്ട്. ഓഹോ, കോമഡിയാണല്ലേ? എന്നാ ആ കോമഡി അങ്ങ്. നീ വഴക്കിന് നിൽക്കാതെ പറയാനുണ്ട് പറയും മീനാക്ഷി. നിയമത്തിന്റെ വഴിക്ക് പോണല്ലോ, അതുകൊണ്ട് ചോദിക്കുന്നതാ. എന്റെ വല്യമ്മ വരുന്നുണ്ട്. വല്യമ്മയും ഞാനും കൂടി ഒന്ന് പുറത്തേക്ക് പോവാ. ഓക്കെ? നിക്ക്, ഒരു കാര്യം പറഞ്ഞോട്ടെ. എന്താ? നിങ്ങൾക്ക് വല്ലതും വേണമായിരിക്കും, പറഞ്ഞു. പറ്റുന്നാണെങ്കിൽ ഞാൻ മേടിച്ചോണ്ട് വരാം. അതിന് നീ പോയിട്ട് വേണ്ടേ മേടിക്കാൻ? നീ പോകുന്നില്ല. നിനക്ക് പോവാൻ എന്റെ അനുവാദം ഇല്ല. എനിക്ക് പോവാൻ നിങ്ങളുടെ അനുവാദം എന്തിനാ? എന്റെ വല്യമ്മയെ വിളിച്ചിരിക്കുന്നെ. വല്യമ്മയായാലും ഇളയമ്മയായാലും ഇനി അമ്മുമ്മയായാലും ശരി, എന്റെ പെർമിഷൻ ഇല്ലാതെ നിനക്ക് പോവാൻ പറ്റില്ല. ഞാൻ നിന്റെ കസ്റ്റോഡിയനാ. അതെ, ഞാൻ നിങ്ങളുടെ കസ്റ്റഡിയിലൊന്നും അല്ല. എന്റെ കസ്റ്റഡിയില്ല കോടതി നിന്നെ വിട്ടു തന്നിരിക്കുന്നെ. നീ പുറത്തു പോയിട്ട് എന്തെങ്കിലും സംഭവിച്ചാലേ ഉത്തരം പറയേണ്ടത് ഞാനാ. ആ, എങ്കിയൊന്ന് കാണണമല്ലോ. ഞാൻ പോവും. ആ, നീ പോവും. പക്ഷെ വഴിയിൽ വെച്ച് നിന്നെ പോലീസ് പിടിക്കും. എന്റെ കസ്റ്റഡിയിൽ നിന്ന് നീ ചാടിപ്പോയിന്ന് ഞാൻ ഇപ്പൊ പോലീസിനെ വിളിച്ച് പറയും. ദൈവമേ, ഇത് എന്തൊരു പുലിവാല! ഞാനൊരു പുലിയാണെന്ന് ഇപ്പോഴെങ്കിലും നീ അറിഞ്ഞല്ലോ. സന്തോഷം. ഞാൻ പോകുന്നില്ല, പോരെ. മോളെ വാ, പോണ്ടേ? എന്നെ അവര് വിടുന്നില്ല വല്യമ്മ. വിടുന്നില്ലെന്നോ? എന്താ കാര്യം? അങ്ങനെ മറ്റുള്ളവരുടെ കൂടെ എന്നെ വിടാൻ പറ്റില്ല എന്ന്. കണ്ടോ അവളുടെ അഹങ്കാരം? അങ്ങനെ അനുവാദമില്ലാതെ പോയാ അവരെന്നെ പോലീസിൽ പിടിപ്പിക്കുമെന്ന്. അവരെന്റെ കസ്റ്റോഡിയനാണെന്ന്. IG-യും DAG-യും ഒക്കെ ഞാൻ വരച്ച വരയിൽ നിൽക്കുമ്പോഴാ അവളുടെ ഒരു ഉണക്ക ലോക്കൽ പോലീസ്. നിന്നെ എനിക്കിപ്പോ കൊണ്ടുപോകാൻ പറ്റാഞ്ഞിട്ടല്ല, അവളുടെ ഈ ധിക്കാരത്തിന് ഉടനെ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.